നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ഒരു മണ്ഡലത്തിനുള്ളിൽ നടക്കുന്ന അസാധാരണമായ അക്രമ സംഭവങ്ങളിലെ ഒടുവിലെ അധ്യായമാണ് ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താനൂർ മണ്ഡലത്തിൽ വി അബ്ദുറഹ്മാൻ ജയിച്ച ശേഷം അവിടെ അക്രമ സംഭവങ്ങൾ അനന്തമായി തുടരുകയാണ്. 62 വർഷത്തോളം ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചുകൊണ്ടിരുന്ന സീറ്റിൽ ഇടതുപക്ഷ MLA വന്ന ശേഷമാണ് ഇത്തരമൊരു സ്ഥിതിയുണ്ടായതെന്ന് UDF കുറ്റപ്പെടുത്തുമ്പോൾ, കുത്തക സീറ്റ് നഷ്ടമായ ലീഗ് നടത്തുന്ന പ്രതികാര നടപടികളാണ് മേഖലയുടെ സമാധാനം കെടുത്തുന്നതെന്നാണ് LDF കുറ്റപ്പെടുത്തുന്നത്. ഞായറാഴ്ച രാവിലെ ഉണ്ടായിരുന്നു, രാത്രിയാണ് 10 മണിയുടെ സമയത്താണ് പിന്നെ പുറകേറിക്കൊണ്ട് നമ്മളെല്ലാം ആക്രമിക്കാൻ പുറകമർത്താനും വന്നത്. എന്നിട്ട് ഓര് പൊളിച്ചുകൊണ്ട് പറയാനേ, ഞങ്ങൾ പൊളിച്ചെന്ന് പറയണ്ട, പോലീസുകാർ പൊളിച്ചെന്ന് പറഞ്ഞാൽ മതിയാണ്, മുസ്ലിം ലീഗുകാർ പൊളിച്ചെന്ന് പറയണ്ട, പൊളിച്ചും കൊണ്ട് പറയാൻ ചെയ്യുന്നത്. 5-6 മാസം ഇവിടെ സംഘർഷാവസ്ഥ അന്ന് വെച്ചേ ഇവിടെ കച്ചറ തന്നെ. പിന്നാണെങ്കിൽ ഇവിടെ നമ്മൾ കുട്ടികൾ അങ്ങനത്തെ റോട്ടുമ്പോൾ കിടക്കാൻ പാടില്ല, ഓരോ വൈക്ക് പോകാൻ പാടില്ല. അവിടെ ഇട്ട് കുട്ടികളെ തല്ലിക്കാളും, തല്ലിയും കൊണ്ട് നമ്മൾ വീട്ടിൽ വന്നിങ്ങോട്ട് കച്ചറ ഉണ്ടാക്കിയാളും. ഓരോ ഇങ്ങോട്ട് പേര് നമ്മളെ വീടുള്ള. നിങ്ങളുടെ വീട്ടിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നു? ഞങ്ങൾ വീട്ടിൽ വൈക്ക് പോയി 30,000 രൂപ പോയി. പിന്നെ വീട് നഷ്ടം വന്നി, പാത്രങ്ങൾ നഷ്ടം വന്നു, സ്റ്റൂള്, കസാല, TV, തുണികളൊക്കെ വലിച്ചു കൊണ്ടുപോയി, അൾമാറ പൊളിച്ചും കൊണ്ട് കുറേ തുണിയും മാക്സും പിന്നെ വസ്ത്രങ്ങളെല്ലാം കൊണ്ടുപോയി. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനായ ഒരു ചെറിയ കുട്ടിയെ ഒരു പറ്റം CPM ആളുകൾ ആക്രമിക്കുകയും അതിനെ തുടർന്ന് പല രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു. CPM ഭാഗത്തുള്ള ആളുകൾ സംഘടിച്ചു, അതുപോലെ തന്നെ മറുഭാഗത്തുള്ള ആളുകളും സംഘടിക്കുന്നു എന്നുള്ള ഒരു കിംവദന്തികളൊക്കെ തന്നെ പലപ്പോഴും വന്നു. അതാണ് ഒരു പൊട്ടിത്തെറിയിലേക്ക് ഇത് പോയത്. കുഞ്ഞിൻ്റെ പുരക്കൽ സൈന എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഏകപക്ഷീയമായ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ മറ്റുള്ള ഈ വിഷയത്തിലെ ഒന്നും തന്നെ നടക്കാത്ത ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബം അവരുടെ വീട് അടിച്ചു തകർത്തു. അതിനെ തുടർന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും വന്നു. അത് ശാശ്വതമായ രീതിയിൽ പരിഹരിക്കുവാൻ ആ വീട്, സൈനയുടെ വീട് അടിച്ചു തകർത്ത കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും ഒന്നും ശ്രമിക്കാതെ വീണ്ടും കുറ്റവാളികൾക്ക്, ഈ അക്രമികളായ ആളുകൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് കൊടുത്തത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഈ അക്രമ സംഭവങ്ങൾ ഇല്ലായ്മ ചെയ്യണമെന്ന് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് മുമ്പാകെ സമർപ്പിച്ചതായിരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, ഉത്തരവാദപ്പെട്ട ആളുകൾ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല. പലപ്പോഴും കിംവദന്തികളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ആണ് ഇതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. പലപ്പോഴും അത് വലിയ സംഭവങ്ങളിലേക്ക് നീങ്ങുമ്പോഴൊക്കെ തന്നെ മുതിർന്ന ആളുകൾ ഇടപെട്ടുകൊണ്ട്, അതുപോലെ തന്നെ നേതൃത്വ പദവിയിലിരിക്കുന്ന ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് അതില്ലായ്മ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അക്രമം നമ്മൾ പൂർണ്ണമായി ഇവിടെ രാഷ്ട്രീയ ഭേദഗതിയായിട്ട് തന്നെ നടത്തിയിട്ടില്ല. ഇവിടുത്തെ മറ്റേ മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആളുകളുടെ ആ കൂട്ടായ്മ കൂടി തന്നെ ഈ സംഭവം നടന്നു. ഇവിടെ അക്രമമില്ലാത്ത സ്ഥലങ്ങളാണ്. ഈ പ്രദേശത്ത് അക്രമം ഉണ്ടായിട്ടില്ല. പടിഞ്ഞാറ് ഭാഗത്തു കൂടെ വന്ന അക്രമം ഉണ്ടാക്കി, ഇവിടെയും പ്രശ്നം ഉണ്ടാക്കി. അത് CPMകാരോ അല്ലെങ്കിൽ ലീഗുകാരോ അങ്ങനെ വേർതിരിച്ച് പറയണ്ട, രാഷ്ട്രീയ സംഘർഷം തന്നെ. ആ രാഷ്ട്രീയ സംഘർഷത്തിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ തന്നെ തല്ലണം. എന്തുകൊണ്ട് മതത്തിൻ്റെ സംഘടന അല്ലെങ്കിൽ മതത്തിൻ്റെ അനുയായികളെ കൂടി തല്ലിയിട്ട് ആ അക്രമങ്ങളൊക്കെ നടത്തിവിടേണ്ട ആവശ്യം എന്തെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് 11:30 മണിക്ക് ഇവിടെ തുടങ്ങിയത് 11:30 മണിക്കാണ്. 11:30 മണി തുടങ്ങിയിട്ട് ഏകദേശം 2:30-3 മണി വരെ ഈ അക്രമം നടന്നുകൊണ്ടേ നിൽക്കുകയാണ്. ഈ എത്ര ഉറുപ്പിയുടെ വല, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാക്കുന്ന വല, അത് തീവച്ചു. അവരെ ആരായിരുന്നു? അവരിവിടെ ലീഗുകാരോ മാർക്സിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ എല്ലാ ആളുകളും ഉൾപ്പെട്ടുള്ള ഒരു വസ്തുവാണത്. അതുവരെ നഷ്ടപ്പെട്ടു പോയി. ആ ഖേദം കാണാൻ ആരുമില്ല. എന്തിന് ഇതൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ. വീടുകൾക്ക് പരസ്പരം അങ്ങോട്ടും കൊണ്ട് ചേരിതിരിഞ്ഞുള്ള ആക്രമണം, അത് രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിട്ട് ഏത് ലീഗുകാരല്ല ഏത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ്റെ വീട് പൊളിച്ചത്? ഇവിടുത്തെ ലീഗുകാരും പറയട്ടെ, ഏത് മാർക്സിസ്റ്റുകാരൻ്റെ വീട് പൊളിച്ചത്? പൊളിക്കപ്പെട്ടതല്ല AP സുന്നികളുടെ വീടാണ്. AP സുന്നികൾ ആര് വീട് പൊളിച്ചത് നിങ്ങൾക്ക് ഇവിടേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? അതവർ കാണിക്കട്ടെ. പോലീസ് വേണ്ട മാതിരി വണ്ടികളും അതുപോലെ തന്നെ പല വീടുകളിലും മറ്റേ നല്ല പേക്കൂത്ത് നടത്തി. കാരണം പോലീസിനെ ആക്രമിച്ചതിൻ്റെ പേര് ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപാട് പേക്കൂത്തുകൾ നടത്തി, വണ്ടി അടിച്ചു പൊളിച്ചതൊക്കെ അവരാണ്. ഈ വീട് തകർക്കപ്പെട്ടു 2ാമത്തെ ദിവസം തന്നെ MLA ശ്രീ വി അബ്ദുറഹ്മാനും ഏരിയ സെക്രട്ടറിയും പ്രദേശത്ത് വന്നു. അവിടുത്തെ അവരുടെ അണികളെ നിയന്ത്രിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനം നടത്തുന്നതിന് ഫലമായി പ്രകോപനം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള സംസാരങ്ങളും അതോടൊപ്പം തന്നെ വാർത്താമാധ്യമങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെ കൊടുത്തു പോവുകയാണ് ഉണ്ടായത്. ആ പ്രദേശത്ത് കാവൽ നിന്ന പോലീസുകാർക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് വി അബ്ദുറഹ്മാൻ MLA നടത്തിയത്.
ഇത് സ്വാഭാവികമായും അവരുടെ അണികൾക്ക് പ്രചോദനമാണ് ഉൾക്കൊണ്ടത്. അതാണ് ഞങ്ങൾക്ക് പിന്നീടുള്ള സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാനും കുട്ടികളും ഭക്ഷണം കഴിച്ച് വീട്ടിൽ കിടക്കുകയും ഞാനും കുട്ടികളും മാത്രം തന്നെ, 3 കുട്ടികളും ഞാനും, ആണുങ്ങളില്ല. അതൊക്കെ കണ്ടു അവൻ വന്നങ്ങാണ്ട് ജനൽ ആദ്യം പൊളിച്ച് ഒച്ച കേട്ട് ഞാൻ എണീച്ച് ഓടി. കുട്ടികൾ ഉറങ്ങാണ്. നോക്കിയപ്പോൾ കുട്ടികൾ കിടക്കുന്നിടത്തുള്ള ജനലൊക്കെ പൊട്ടിച്ച് കുട്ടികൾ എണീച്ച് ഓടി. ചില്ലൊക്കെ ഒന്നായിട്ട് മേത്തുണ്ട് കുട്ടികൾ എണീച്ച് പേടിച്ച് ഓടി. അങ്ങനെ കുട്ടികൾ വെള്ളം ചോദിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും ടാങ്കിൽ കയറുന്ന കുഴൽ പൊട്ടിച്ച് വെള്ളമൊക്കെ പോയി തീർന്ന്. കുട്ടിയൊക്കെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. അങ്ങനെ ഞാൻ നിലവിളിച്ച് അയൽവാസികളൊക്കെ ഓടി വന്ന് ഓന് പലതും വേണ്ടാത്തതൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഓൻ പോയത്. മാണ്ടൻ്റെ പുരക്കൽ ഇസ്സാക്കെന്ന് പറയും. ചാപ്പപ്പടിയിലിട്ട് ഓനെ പോറ്റാണ് ലീഗാരാൾക്കാർ. എല്ലാവർക്കും അറിയാം ഓനെപ്പറ്റി എങ്ങനെയാണെന്നുള്ളത്. അല്ല, ഓനും കുറച്ച് ഗുണ്ടകളും എല്ലാവരും കൂടിയിട്ടാണ് മുഖംമൂടി ധരിച്ചിട്ടാണ് ഒരു വന്നത്. അവന് ലീസ്റ്റ് ഇട്ട് വായിക്കാണ് ചെയ്യണത്. PV അഷ്റഫിൻ്റെ വീട്, മാമാലിൻ്റെ വീട് എന്നൊക്കെ ലീസ്റ്റ് വായിച്ചിട്ട്. ഓൻ തീവ്രവാദിൻ്റെ മാതിരി തന്നെ ലീഗാര്. അത്രയും ഇതായിട്ടാണ് ഓൻ നമ്മളോട് പെരുമാറിയത്. ഓനിക്കറിയാം ഇവിടെ ആരും ഇല്ല, പെണ്ണും കുട്ടികളും ഒറ്റക്കാണ് എന്നുള്ളത്. അതൊക്കെ അറിഞ്ഞങ്ങാണ്ടാണ് ഓൻ ചെയ്തത്. ഒരു പ്രാവശ്യം ചെയ്തു പോയി. എന്നിട്ട് വീണ്ടും അയൽവാസികളൊക്കെ കണ്ട് ഓടിപ്പോയതിൻ്റെ ശേഷം വീണ്ടും ഓൻ വന്നങ്ങാണ്ട് ബാക്കിയുള്ളതൊക്കെ പൊട്ടിച്ച്. വീടിനുള്ളിൽ കയറി ആക്രമിച്ചു, സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിച്ചു, വീട് കത്തിച്ചു, കൊള്ളയടിച്ചു നിൽക്കുകയാണ്. അത് സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് അക്രമം ഉണ്ടായിട്ടുള്ളത്, വീട് കയറി കൊള്ളയടിക്കപ്പെട്ടിരുന്നു നിങ്ങൾ ആ പ്രദേശത്ത് പോയാൽ തന്നെ മനസ്സിലാക്കും. ഈ സൈനോട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സൈനയുടെ വീട്, ഒരു വീട്ടുകാരനോ അല്ലെങ്കിൽ ഒരു സ്വന്തം പാർട്ടിയുടെ അണികൾ ആ വീട് അത്രയും രീതിയിൽ അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ല. ആരാണ് അത് ചെയ്തതെന്നുള്ളത് പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്നതാണ്. തൊട്ടപ്പുറത്തുള്ള മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോഴും താനൂർ ഇപ്പോഴും പോലീസ് സുരക്ഷയിലാണ്. തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനും പുതിയ വല വാങ്ങി കടലിൽ പോകാനുമുള്ള നെട്ടോട്ടത്തിലാണ് സാധാരണക്കാരായ മത്സ്യബന്ധന തൊഴിലാളികൾ. പക്ഷേ ഇനിയുമൊരു സംഘർഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം എന്നൊരു ഭയം എല്ലാവരിലുമുണ്ട്. ഒരു ജീവിതായുസ്സിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട ഈ മനുഷ്യരുടെ ആവശ്യം ഒന്നു മാത്രം: തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. സ്വന്തം നാട്ടിൽ ആരെയും ഭയക്കാതെ ജീവിക്കാൻ സാധിക്കണം.